ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ തന്നെ ഒരു നാടൻ കോഴിക്കറിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിന് ചിക്കൻ നമ്മൾ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കൊന്ന് മസാല ഇട്ട് വെക്കണം. അതിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ലേശം മല്ലിപ്പൊടിയും ചേർത്തിട്ട് പാകത്തിന് ഉപ്പും പിന്നെ ഒരു ചെറുനാരങ്ങയുടെ നീരും ചേർത്ത് കൊടുക്കാം. നമുക്ക് ചെറുനാരങ്ങ നിങ്ങളുടെ ഇഷ്ടത്തിനാണ് കേട്ടോ, വിനാഗിരിയോ ചെറുനാരങ്ങ എന്തെന്നായാലും മതി ചേർത്തെടുക്കുക. ഞാൻ എടുത്തിരിക്കുന്ന ഒരു ചെറുനാരങ്ങയുടെ നീരാണ് കേട്ടോ. അപ്പം അത് ചെറിയ ചെറുനാരങ്ങയാണ്, അതാണ് ഒരു നീര്, ഒരെണ്ണത്തിൻ്റെ നീര് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം നല്ല മിക്സ് ചെയ്ത് കൊടുക്കുക, നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കണം. കാരണം അതൊന്ന് മസാല എല്ലായിടവും പിടിക്കണം കേട്ടോ, അതിന് വേണ്ടിയിട്ടാണ്. അതിന് ശേഷം നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിന് ശേഷം ഗ്യാസ് കത്തിച്ച് ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് പാകത്തിന് വെളിച്ചെണ്ണ, നിങ്ങളെ ഇഷ്ടാനുസരണം വെളിച്ചെണ്ണ, ചിലർ കുറേ വെളിച്ചെണ്ണ ഉപയോഗിക്കും, പക്ഷേ ചിലർ കുറച്ചെല്ലാം ഉപയോഗിക്കും, അതാണ് നിങ്ങളുടെ ഇഷ്ടാനുസരണം വെളിച്ചെണ്ണ. പിന്നെ ലേശം കടുകും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കറുകപ്പട്ട, ഗ്രാമ്പു, ഏലക്ക, ഇത് മൂന്നും അതിനോട് ആഡ് ചെയ്തിട്ട് നമ്മൾ നല്ല വാട്ടി കൊടുക്കണേ. അതിനകത്തോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അതിന് ശേഷം ഒന്ന് കളർ മാറി വരുമ്പോഴത്തേനും നമ്മളൊരു 2 തണ്ട് കറിവേപ്പിലയും കൂടെ അതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളൊരു 3 ഉള്ളിയാണ് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നത്, അത് നല്ല വഴറ്റിയെടുക്കാം. നമുക്ക് ഒരു ബ്രൗൺ കളറാണ്, അതുവരെ നല്ലവണ്ണം വഴറ്റിയെടുക്കാവേ. ഇതിനകത്തോട്ട് കുറച്ച് മല്ലിയിലയും കൂടെ അരിഞ്ഞ് വെച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഉള്ളി നല്ല വഴണ്ട് വന്നിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് പൊടി ഐറ്റംസ് ആഡ് ചെയ്യാം. മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും പിന്നെ മുളക് പൊടി, നമ്മൾ മസാലയ്ക്കകത്ത് മുളക് പൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ, അതോടനുസരിച്ച് വേണം ചേർക്കാൻ. പിന്നെ ചിക്കൻ മസാല, ഈസ്റ്റേൻ്റെ ചിക്കൻ മസാലയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, അതും ചേർത്തിട്ട് നല്ല വഴറ്റി കൊടുക്കുക കേട്ടോ. ഒരു പച്ച സ്മെല്ലില്ലേ, അത് മാറുന്നിടം വരെ നല്ല വഴറ്റി കൊടുക്കുക. അതിന് ശേഷമാണ് പിന്നെ നമ്മൾ ഒരു തക്കാളി എടുത്തിട്ടുണ്ടായിരുന്നു, ചെറിയ തക്കാളി കേട്ടോ, അത് നല്ല ഇളക്കി കൊടുത്ത് വഴണ്ടി എടുക്കുന്നുണ്ട്. പിന്നെ നമുക്കൊരു കുക്കറിൽ വെച്ച് ഒരു വിസിൽ കേൾപ്പിക്കണം കേട്ടോ. ഒറ്റ വിസിൽ കഴിയുമ്പോഴത്തേനും നമ്മൾ ഊരി എടുത്തിട്ടുണ്ട്, കാരണം അതിന് അത്രയല്ലേ ഉള്ളൂ വേവൊക്കെ അതിനകത്തുള്ള സാധനങ്ങൾക്ക്. പിന്നെ ലേശം കഴിഞ്ഞിട്ടാണ് തുറന്നത്. അതിന് ശേഷം ബാക്കി ചിക്കനോട് ഇട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. നല്ല ഇളക്കാൻ പറ്റുന്നില്ല, അപ്പോഴത്തേനും ഞാൻ ഈ പാത്രം ഒന്ന് മാറാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ വേറൊരു പാത്രം തൂട്ട് ആഡ് ചെയ്യാൻ പോവാണ്, കാരണം അത് ഇളക്കുന്നതിന് ലേശം ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് നല്ല വേറൊരു പാത്രത്തിലോട്ട് ഇത് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ കുക്കറിൽ തന്നെ ഒന്ന് മൂടി വെച്ച് വേവിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അത് കാണിക്കാൻ മറന്നുപോയി. അപ്പോഴത്തേക്കും നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്, നല്ല വെന്ത് പാകത്തിന് മസാലയൊക്കെ ചേർത്ത്. അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്.